SNDPയുമായുള്ള ഐക്യ നീക്കത്തിൽ നിന്ന് NSS പിന്മാറി. NSS ഡയറക്ടർ ബോർഡ് യോഗത്തിൻ്റെതാണ് തീരുമാനം. ഐക്യശ്രമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം സംശയിക്കുന്നതായി ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു. സമദൂരമെന്ന അടിസ്ഥാന മൂല്യത്തിൽ നിന്ന് വ്യതിചലിക്കാനാകില്ല. ചർച്ചയ്ക്കായി രാഷ്ട്രീയ നേതാവായ തുഷാർ വെള്ളാപ്പള്ളി പെരുന്നയിലേക്ക് എത്തിയതിൽ അതൃപ്തിയുണ്ടെന്നും സുകുമാരൻ നായർ പറഞ്ഞു. വിശദാംശം പഠിച്ച ശേഷം പിന്നീട് പ്രതികരിക്കാമെന്നായിരുന്നു പിന്മാറ്റത്തോടുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. ഐക്യവുമായി മുന്നോട്ട് പോകുന്നില്ല, തീരുമാനവുമായി മുന്നോട്ട് പോകുന്നില്ല. പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയം തോന്നിയിരിക്കുന്നു. രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടെന്ന് സംശയിക്കുമ്പോൾ സമദൂരത്തിനെ സംബന്ധിച്ച് നമുക്കൊരു സംശയം തോന്നുന്നില്ല, അത് നടപ്പാകും. പ്രധാനപ്പെട്ട രണ്ട് ഹിന്ദു സംഘടനകൾ യോജിക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമായിരുന്നു. പക്ഷേ ആ യോജിപ്പിൻ്റെ പിന്നിൽ ഉന്നയിച്ച ആളുകൾക്ക് അതിൻ്റെ പിന്നിൽ അവരുടെ ഈ ആലോചനയുടെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അല്ല, അത് തന്നെയാണ് ഒരു കാര്യം. അത് തന്നെ ഒരു കാര്യം. അത് തുഷാറെന്നല്ല, ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ അതിന് മകനായാലും അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു. ഒന്നും വന്നിട്ടില്ല. മാത്രമല്ല, ചാനലിൽ ഇപ്പോൾ കണ്ട ഒരൊറ്റ വിവരം മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു മറുപടി ഈ ചാനലിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു മറുപടി ഞാൻ പറയുന്നത് ശരിയല്ല. ഇതിൻ്റെ എല്ലാം പൂർണ്ണ രൂപം അറിഞ്ഞ ശേഷം അതിന് ഞാൻ മറുപടി പറയാം. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു ചോദ്യങ്ങളോ അതിന് മറുപടികളോ നമുക്കിപ്പോൾ അപ്രസക്തമാണ്. പെരുന്നയിൽ നിന്ന് ജോസി ബാബു, ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആദ്യം ജോസിയിലേക്കാണ്. ജോസി, ഒരുമിച്ച് പോകാം എന്ന് തീരുമാനിച്ചവർ എന്നാൽ വേണ്ട, ഇരുവഴിയെ പിരിയാം എന്ന് തീരുമാനിക്കേണ്ട ഒരു സാഹചര്യം എന്താണ്? ഒപ്പം ഈ NSSനെ കൂടുതൽ ചൊടിപ്പിച്ചത് അല്ലെങ്കിൽ പിന്മാറാം എന്നുള്ള തീരുമാനത്തിന് പിന്നിൽ വെള്ളാപ്പള്ളി മകനെ തുഷാർ വെള്ളാപ്പള്ളിയെ NDA നേതാവിനെ പെരുന്നയിലേക്ക് അയച്ചത് മാത്രമാണോ? മഹേഷ്, NSSന്റെ നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന NSS ഡയറക്ടർ ബോർഡ് യോഗം ഇന്ന് രാവിലെ ചേർന്നിരുന്നു. ഈ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് നിർണായകമായ തീരുമാനമുണ്ടായത്. ഐക്യപ്രഖ്യാപനവുമായി മുന്നോട്ട് പോവേണ്ടതില്ല എന്നതാണ് ഈ യോഗത്തിലുണ്ടായ തീരുമാനം. അതിന് കാരണങ്ങളായി NSS നേതൃത്വം വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് മുമ്പുണ്ടായ പല ഐക്യപ്രഖ്യാപന ശ്രമങ്ങളും പരാജയപ്പെട്ടിരുന്നു. ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്ന NSS നേതൃത്വം അക്കാര്യത്തിൽ ചില വിശദീകരണങ്ങൾ കൂടി നൽകുന്നുണ്ട്. പ്രായോഗികമല്ല ഐക്യം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഐക്യം വേണ്ടതില്ല എന്നുള്ളൊരു പൊതു തീരുമാനത്തിലേക്ക് NSS നേതൃത്വം എത്തി. NSSന്റെ പ്രഖ്യാപിത നിലപാടായ സമദൂരം ബലികഴിക്കപ്പെടുമെന്നുള്ള ആശങ്ക, അത്തരത്തിലുള്ള ചർച്ചകൾ NSSന്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ അംഗങ്ങൾ ഉന്നയിച്ചു. കൂടാതെ SNDPയുമായി കൈകോർക്കുന്നത് ചില തെറ്റായ സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകും. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സമദൂര നിലപാടെന്നുള്ള കാര്യത്തിൽ പിന്നോട്ട് പോയി എന്നുള്ളൊരു വിലയിരുത്തലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ തീരുമാനം എടുത്തതെന്ന് സംബന്ധിച്ചൊരു വാർത്താക്കുറിപ്പാണ് ആദ്യം NSS നേതൃത്വം പുറത്തുവിട്ടത്. അതിനുശേഷം ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ മാധ്യമങ്ങളെ കണ്ട ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തി. അപ്പോഴാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ അടക്കം സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളും ഈ പരാമർശമായി വന്നത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് പൊതുവായ തീരുമാനം എന്ന നിലയിൽ ഞങ്ങൾ ഇപ്പോൾ ഐക്യം വേണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ഇപ്പോൾ അത് ആവശ്യമില്ല, ഇപ്പോൾ അത് രാഷ്ട്രീയമായി അതിനെ കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്നുള്ള മറുപടി പറഞ്ഞതിനോടൊപ്പം തന്നെ SNDP നേതൃത്വം തുഷാറിനെ വെള്ളാപ്പള്ളി നടേശൻ നിശ്ചയിച്ച് ഇവിടേക്ക് അയക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. തുഷാറിനെ ഇവിടേക്ക് അയക്കുന്നതിലും NSS നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. അത് സുകുമാരൻ നായർ പരസ്യമാക്കുകയും ചെയ്തു. പ്രധാനമായും NSSന്റെ ആസ്ഥാനത്തേക്ക് തുഷാർ വരുന്നത് വെറും സമുദായ നേതാവെന്ന നിലയിലല്ല, അദ്ദേഹം NDAയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ നേതാവാണ്. ആ നിലയ്ക്ക് ഒരു രാഷ്ട്രീയ മാനം ഇതിന് വരും. അത് തങ്ങൾക്ക് താല്പര്യമില്ല അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ മാനം വരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയെയും SNDP നേതൃത്വത്തെയും തുഷാറിനെ അയക്കേണ്ടതില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നുവെന്നും
സുകുമാരൻ നായർ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് വെള്ളാപ്പള്ളി ഇത്തരത്തിൽ തുഷാറിനെ ഇവിടേക്ക് അയക്കും, ഇവിടെ വന്ന് ചർച്ച നടത്തുമെന്നുള്ള കാര്യം അറിയിച്ചത്. അതിനുശേഷം SNDP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ആ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് വിവരങ്ങളില്ലായിരുന്നു, അത് സമയം നിശ്ചയിച്ചിട്ടില്ല എന്നുള്ള മറുപടിയായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് NSS നേതൃത്വത്തിന് തുഷാർ ഇവിടേക്ക് വരുന്നതിൽ അതൃപ്തി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. എന്തായാലും ഹൈന്ദവ സംഘടനകളുടെ ഏകീകരണം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്നടക്കം പറഞ്ഞുകൊണ്ടായിരുന്നു നേരത്തെ NSS ഇത്തരത്തിലുള്ളൊരു ചർച്ചകൾക്ക് പച്ചക്കൊടി കാണിച്ചത്. എന്തായാലും ദിവസങ്ങൾ മാത്രമായിരുന്നു ആ ചർച്ചകൾക്ക് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് ഇപ്പോൾ പങ്കുവെക്കുവാൻ കഴിയുന്ന കാര്യം. NSS നേതൃത്വത്തിന്റെ പൂർണ്ണമായ തീരുമാനം, അതായത് ഡയറക്ടർ ബോർഡിലുണ്ടായ മുഴുവൻ ഭൂരിഭാഗം അംഗങ്ങളുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഐക്യം വേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് NSS നേതൃത്വം എത്തിയത്. കൂടാതെ VD സതീശിനെ ഉന്നം വെച്ചുകൊണ്ടായിരുന്നു ഇരു നേതൃത്വങ്ങളും SNDP NSS നേതൃത്വം നേരത്തെ ഈ വിഷയത്തിൽ ഒരു ഐക്യപ്പെടലിന്റെ സാധ്യത പറഞ്ഞു വെച്ചിരുന്ന അതിൽ കൂടി കുറച്ചുകൂടി വ്യക്തത NSS വരുത്തുകയും ചെയ്തിട്ടുണ്ട്. VD സതീശനെ അനാവശ്യമായി ഇതിലേക്ക് ഈ ചർച്ചകളിലേക്ക് വലിച്ചിഴക്കേണ്ടതില്ല. അതൊന്നും ഈ ഐക്യപ്രഖ്യാപനത്തിനോ അല്ലെങ്കിൽ ഐക്യപ്രഖ്യാപനത്തിൽ നിന്ന് പിന്മാറുന്നതിനൊക്കെയുള്ള കാരണങ്ങളായില്ല. എല്ലാ വിഭാഗത്തിലുള്ള രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും NSS നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ട് സമദൂരം എന്ന നിലയിൽ ഇപ്പോൾ ഐക്യം വേണ്ടതില്ല എന്നതാണ് NSSന്റെ പ്രഖ്യാപിത നിലപാട് എന്നതാണ് NSS വ്യക്തമാക്കിയത്. കൂടാതെ എല്ലാ സമുദായങ്ങളും SNDP അടക്കമുള്ള എല്ലാ സമുദായങ്ങളോടും രാഷ്ട്രീയ പാർട്ടികളോടും സമദൂരം തുടരും എന്നുള്ള വാചകത്തോടു കൂടിയാണ് NSSന്റെ വാർത്താക്കുറിപ്പും അവസാനിക്കുന്നത്.